ഇന്നത്തെ എപ്പിസോഡിൽ നയന റൂമിലേക്ക് വരുമ്പോൾ ആദർശ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദർശിനോട് ചോദിക്കും, എന്താ ആദർശേട്ടന് പറ്റിയത്? ചന്തുമോള് വന്നതിന് ശേഷം ആദർശേട്ടന് ഭയങ്കര ടെൻഷനാണല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വെറുക്കുമോ, നീ എനിക്ക് എന്നോട് ദേഷ്യമാവോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തിനാ, എനിക്ക് ആദർശേട്ടന് വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തിനാ ദേഷ്യം വരുന്നത് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയും, എനിക്കിനി ഇത് മനസ്സിൽ കൊണ്ട് നടക്കാൻ വയ്യ, എനിക്കിതിനി നിന്നോട് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം ആദർശ് ഉണ്ടായ കാര്യങ്ങൾ പറയാണ്. ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയതിന് ശേഷം അവിടെ ആദർശിൻ്റെയും ആ പെൺകുട്ടിയുടെയും ഫോട്ടോ കണ്ടതും അതുപോലെ ചന്തുമോള് ആദർശിൻ്റെ മകളാണെന്ന് ആ വീട്ടുകാർ പറഞ്ഞതൊക്കെ ഇങ്ങനെ നയനോട് പറയും കേട്ടോ. അപ്പോൾ നയനയ്ക്ക് ആകെ ദേഷ്യം വരും. എന്നിട്ട് നയന ചോദിക്കും, ഇതൊക്കെ കള്ളാണെങ്കിൽ ചന്തുമോള് ആദർശേട്ടൻ്റെ മകളല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ ആ ഫോട്ടോ വന്നത് ചോദിക്കും. അതെനിക്കറിയില്ല എന്നിങ്ങനെ ആദർശ് പറയും കേട്ടോ. ആദർശേട്ടനെ അറിയില്ല അല്ലേ? ആദർശേട്ടനൊക്കെ അറിയാം. അപ്പോൾ എന്നെ കല്യാണം കഴിക്കണേക്കാട്ടി മുന്നേ ആദർശേട്ടന് പ്രണയിച്ച പെൺകുട്ടിയിലുണ്ടായ കുട്ടിയാണല്ലേ ചന്തുമോള്. ഇത് ഞാൻ ഒരിക്കലും സഹിക്കില്ല, പൊറുക്കില്ല. അബി കുറ്റമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് അബിയുടെ മറവിൽ നിന്നിട്ട് ആദർശേട്ടനെ ആരും കണ്ടുപിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നയന അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് മുത്തശ്ശനും അതുപോലെ ദേവയാനി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് പറയും, അപ്പോൾ മുത്തശ്ശനെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഞങ്ങളതിനെയൊക്കെ പറ്റിക്കായിരുന്നുല്ലേ, എന്നെ പറ്റിക്കായിരുന്നുല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി ചോദിക്കും, എന്ത് പറ്റി മോളെ ചോദിക്കും. അപ്പോൾ ഇതിന് ആദർശ് അവിടേക്ക് വരും കേട്ടോ. എന്നിട്ട് ആദർശിനോട് തന്നെ ചോദിക്കുക, എന്തിനാ എന്നോട് ചോദിക്കണേ, അബി ഒരു താൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് ആദർശനെ ആരും നോക്കിയും കെയർ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെയാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്, ചന്തുമോൾ ഇങ്ങനെയാണ് ആ കുട്ടിയുടേത് എന്നൊക്കെ അവർ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി വേഗം വന്നിട്ട്, നീ എന്താണ് ഞാൻ ഈ കേട്ടതെന്ന് പറയുമ്പോൾ എനിക്ക് അവളതിനായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കും, പിന്നെ ആ ഫോട്ടോ എങ്ങനെയാണ് വന്നത്, നീ ഞങ്ങളെ പറ്റിക്കുകയാണെന്ന് വെച്ചിട്ട് ആദർശനെ അടിക്കുകയൊക്കെ ചെയ്യട്ടോ. അങ്ങനെ ഇതെല്ലാം ആദർശ് ഒരു സ്വപ്നം കണ്ടതാണ്. നയനോട് പറയുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് ആദർശ് ആലോചിച്ചപ്പോൾ ആദർശിൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങളാട്ടോ. അങ്ങനെ ആദർശ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് വേഗം ചാടി എണീക്കും. അപ്പോൾ തന്നെ നയന വരികയാണ്. എന്നിട്ട് നയന ചോദിക്കും, എന്ത് പറ്റി ആദർശേട്ടന്? ഞാൻ വിളിച്ചപ്പോൾ തന്നെ ആദർശേട്ടൻ ഞെട്ടി ഉണരുകയാണല്ലോ ചെയ്തത്, എന്താ പറ്റിയേ? ചന്തുമോൾ വന്നപ്പോൾ തൊട്ട് ആദർശേട്ടൻ ഡിസ്റ്റർബ്ഡാണ്. ആദർശേട്ടൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെയും താളം തെറ്റും ബിസിനസ്സിൻ്റെയും താളം തെറ്റും, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഒന്നുമില്ല എന്നങ്ങനെ പറയും. എന്ത് പറ്റി? ആദർശേട്ടന് ചന്തുമോളേനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എനിക്കെന്ത് ബന്ധം, എനിക്ക് ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്.